ഹലോ, കാലം മാറി കോലം മാറി ആഘോഷങ്ങളും മാറിയല്ലേ. ഇന്ന് ആഘോഷം ഏതുമാവട്ടെ കേക്ക് നമുക്ക് മസ്റ്റാണ്. ബർത്ത്ഡേ, ഹൽദി, ബ്രൈഡ് ടു ബി, വെഡ്ഡിങ്, ആനിവേഴ്സറി, മോം ടു ബി, ബേബി ഷവർ എക്സെട്ര എക്സെപ്റ്റ് ഡെത്ത് സെറമണി. ഇനി അതിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാത്തിനും കേക്ക് കട്ടിങ് ഉണ്ടാവില്ലേ. അപ്പോൾ കേക്കൊക്കെ നിങ്ങൾ കഴിച്ചോളി. എനിക്ക് വേണ്ടാന്നല്ല, വേണം. പക്ഷേ ഇപ്പോൾ നമുക്ക് എന്ത് മാത്രം മതി, ഈ കേക്കിൻ്റെ ബേസ് ബോർഡ് ഉണ്ടാവില്ലേ, അത് മാത്രം മതി കേട്ടോ. ഇങ്ങനെ ഇന്ന് നമ്മളൊരു വാൾ ഡെക്കർ ഉണ്ടാക്കാനാണ് പോകുന്നത്. സോ നമ്മൾ എടുത്തിട്ടുള്ളത് കേക്കിൻ്റെ ഒരു ബേസ് ബോർഡാണ്. അത് വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. അതിന് എൻ്റെ ബ്രൈഡ് ടു ബിയുടെ കേക്കിൻ്റെ തന്നെ ആണോ എന്ന് അറിഞ്ഞു. എനിവേ വേസ്റ്റായി വീടിൻ്റെ ഒരു ഭാഗത്ത് കിടന്നതല്ലേ, സോ നമ്മൾ അത് എടുത്തിട്ടുണ്ട്. അതിലിനി അപ്ലൈ ചെയ്തിട്ടുള്ളത് സിമെൻറ്റിൻ്റെ വാൾപുട്ടിയാണ്. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ ആ ബോർഡിൽ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതിലിങ്ങനെ കൈ കൊണ്ടാക്കുമ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. ഈ നമ്മൾ എന്താ പറയുക, കളിമണ്ണിൽ അങ്ങനെയൊക്കെ കളിക്കുമ്പോൾ നമുക്ക് അതിന് കൈ എടുക്കാൻ തോന്നില്ല. അതേ ഒരു ഫീൽ ആയിരുന്നു. എനിക്കതിങ്ങനെ ആക്കിക്കൊണ്ടേ ഇരിക്കാൻ തോന്നിയിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ലോണം ഒന്ന് ആക്കിയതിന് ശേഷം ഞാൻ അവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ അടുക്കളയിലെ കോമൺ ആയിട്ടുള്ള ഹോൾഡറാണ്. അപ്പോൾ ആ ഹോൾഡർ ഉപയോഗിച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി വേണ്ടത് പെയിൻറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു വൈറ്റിലൊന്ന് ഗോൾഡൻ ടച്ച് കൊടുത്താലോ എന്ന്. പിന്നെ പെയിൻറ്റ് ചെയ്യാമെന്നൊരു ക്യൂരിയോസിറ്റി തോന്നിയപ്പോൾ പെയിൻറ്റ് ചെയ്തതാണ്. ഞാൻ ചൂസ് ചെയ്ത കളേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നേവി ബ്ലൂ ഉണ്ട്, അതേപോലെ ഗ്രീനും, പിന്നെ ഗോൾഡൻ ടച്ച് കൊടുക്കുന്നതാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഇതാ ഞാൻ നേവി ബ്ലൂ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ആ ഡിസൈൻ കൊടുത്തില്ലേ, അതിലൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് കളർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ഓരോ ലൈനിലും നേവി ബ്ലൂ ഫിൽ ചെയ്തിട്ട് എടുക്കുകയാണ്. പിന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, അതേപോലെ വീഡിയോയും വർക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ ബ്ലൂ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഗ്രീൻ ആണ് കൊടുക്കുന്നത് കേട്ടോ. കറക്റ്റ് ഗ്രീൻ അല്ല, വേറൊരു ഷെയ്ഡ് ഗ്രീൻ ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ പീക്കോക്കിൻ്റെ ഒക്കെ ആ ഒരു കോമ്പോ ഉണ്ടല്ലോ, അതാണ് മനസ്സിൽ വിചാരിച്ചത്. പക്ഷേ ഈ ഗ്രീന് വേറെ ഏതോ ഒരു ഗ്രീനായി പോയി. അതിങ്ങനെ പെയിൻറ്റ് ചെയ്തപ്പം അയ്യോ പണി പാളിയോ എന്നൊക്കെ തോന്നി. പിന്നെ എന്തായാലും തുടങ്ങി വെച്ചില്ല, അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് ചെയ്തതാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു കോമ്പോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഇതാ ബ്ലൂവും ഗ്രീനും കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ, അവിടെ നമുക്ക് ഗോൾഡൻ കളർ അപ്ലൈ ചെയ്യാം. ആ 2 വൈറ്റ് പോർഷനിലും ഗോൾഡൻ കൊടുക്കുകയാണ്. പിന്നെ ഫുള്ളായിട്ടൊരു ഗോൾഡൻ ടച്ചപ്പും കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ പരിപാടി. സിമ്പിളാണ്, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. കുറച്ച് കളേഴ്സ് ഉണ്ടായാൽ മതി. പിന്നെ ഈ വാൾപുട്ടിയും വേണം. വാൾപുട്ടിക്ക് അത്ര റേറ്റ് ഒന്നും വരുന്നില്ല കേട്ടോ, നമുക്ക് അങ്ങനെ പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും. പിന്നെ അതേപോലെ കേക്കിൻ്റെ ബേസ് ബോർഡ് തന്നെ വേണമെന്നൊന്നുമില്ല, നമ്മുടെ ഏതെങ്കിലും പെട്ടി, കാർഡ്ബോർഡ് പെട്ടിൻ്റെ ഒക്കെ പീസ് ഉണ്ടായാൽ മതി. അതിലിങ്ങനെ വാൾപുട്ടി അപ്ലൈ ചെയ്തിട്ടൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. അതേപോലെ നമുക്ക് വേണ്ട ഡിസൈനിൽ നമുക്കിനി അതിങ്ങനെ ക്യൂബിലൊക്കെ ആക്കിയിട്ട് ഇപ്പോൾ നമുക്ക് ചിത്രമൊക്കെ വരയ്ക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളെ എല്ലാം ഇങ്ങനെ വേസ്റ്റ് ആക്കി കളയേണ്ട ആവശ്യമൊന്നുമില്ല. അതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് ഭംഗിയുള്ള ഐറ്റംസ് ക്യാഷൊന്നും കൊടുക്കാതെ തന്നെ നമ്മളെ വീട്ടിൽ വാളൊക്കെ ഡെക്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ എല്ലാവരും ഇനി കേക്കൊക്കെ വാങ്ങിക്കുമ്പം ബേസ് ബോർഡൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ വർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.